അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 67. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി. നാം പറഞ്ഞു വന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞതാണ്. കാല അബ്ദുൽ ഖാഹിർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ എന്ന് പറഞ്ഞു, മുസ്നദ് ഇലൈഹിനെ മുന്തിക്കുന്നത് ആ മുസ്നദ് ഇലൈഹിയെ ഒരു ഫിഇലിയായ ഖബറിനെ നഫി ചെയ്യലുകൊണ്ട് പ്രത്യേകമാക്കാൻ. ഈ സംഭവം ഉണ്ടായിട്ടില്ല എന്നത് എനിക്ക് മാത്രമാണ് എന്നാണ്. ഉദാഹരണം പറഞ്ഞു, മാന ഖുൽതു ഹാദാ, ഞാൻ മാത്രം ഇതിനെ പറഞ്ഞിട്ടില്ല. അവൻ നഫിന്റെ അർഫിനോട് മുസ്നദ് ഇലൈഹി അടുത്തു. മാ അന, അന എന്ന മുസ്നദ് ഇലൈഹി മാ എന്ന നഫിന്റെ അർഫിനോട് അടുത്തു. ഞാൻ മാത്രം ഇതിനെ പറഞ്ഞിട്ടില്ല എന്ന ഈ പറയാതിരിക്കൽ ആരെക്കൊണ്ട് ഖാസാക്കൽ? മുസ്നദ് ഇലൈഹിയെ കൊണ്ട് ഖാസാക്കാൻ. ഇവിടെ മുസ്നദ് ഇലൈഹി മുത്തക്കല്ലിമാണ്. അപ്പൊ ഇത് ആരോടാണ് ഈ മുത്തക്കല്ലിം ഇത് പറയുന്നത്? പറഞ്ഞത് ഈ മുത്തക്കല്ലിമ് മാത്രമാണെന്ന് മനസ്സിലാക്കിയതായ മുഖാത്തബിനോട്. അവരോട് പറയുമ്പോൾ ഈ മുത്തക്കല്ലിമ് മാത്രമാണ് ഇത് പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് ഞാനല്ല എന്നാണ്. ഈ മുത്തക്കല്ലിമ് മാത്രമാണ് ഇതിനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയതായ മുഖാത്തബിനോടാണ് ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാനല്ലാത്ത ആള് പറഞ്ഞിട്ടുണ്ട്. ഇത് കസ്ർ കൽബാണ്. അല്ലെങ്കിൽ ഈ വാക്ക് പറഞ്ഞത് ഈ മുത്തക്കല്ലിമും ഈ മുത്തക്കല്ലിമ് അല്ലാത്ത മറ്റൊരാളും, അതായത് കസ്ർ ഇലാഫിയാവുമ്പോഴാണത് പറഞ്ഞത്. ഇവർ രണ്ടുപേരാണ്, അല്ലെങ്കിൽ 3 പേരായിക്കോട്ടെ. സയ്യിദും മുത്തക്കല്ലിമ് സയ്യിദാണ്, അല്ല മുത്തക്കല്ലിമ് സയ്യിദാണ്. അപ്പൊ മുഖാത്തബ് എന്ന് മനസ്സിലാക്കി ഇതിനെ പറഞ്ഞത് സയ്യിദും അമ്രും ബക്കറും, അല്ലെങ്കിൽ സയ്യിദും അമ്രും മാത്രമാണ്. അപ്പോഴിവൻ പറയാൻ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ കസ്ർ ഇഫ്രാദും ആവും. നഫിന്റെ അർഫിനോട് അടുത്താലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് തഖ്സീസിലേക്ക് വരും. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത് ഇല്ല എന്നാണ്. മുസ്നദ് ഇലൈഹി നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തീരെ നഫിന്റെ അർഫില്ല. അങ്ങനെ വരുമ്പോൾ അപ്പൊ പിന്നെ ജുംല ഒരു മുസ്ബത്തായ ജുംലയായിരിക്കും, നഫിന്റെ അർഫ് തീരെ ഉണ്ടായിട്ടില്ലെങ്കിൽ. അപ്പോൾ തഖ്ദീമ് ചിലപ്പോൾ തഖ്സീസിലേക്ക് വരും എന്നാണ്. ചിലപ്പോൾ തഖ്വീക്ക് വരും എന്ന് പറയാൻ പോണുണ്ട്. ചിലപ്പോൾ തഖ്സീസിലേക്ക് വരും. എന്തിനാ തഖ്സീസ് ചെയ്യുന്നത്? അതായത് ഈ മുസ്നദ് ഇലൈഹി അല്ലാത്ത ആളാണ് ഈ ഫീലിയായ ഖബർ കൊണ്ട് എന്ത് മുൻഫരിദായത്. ഈ ഫീലിയായ ഖബർ ഇത് ചെയ്തത് ഇവിടെ കലാമിലുള്ള മുസ്നദ് ഇലൈഹി അല്ലാത്തവനാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഞാൻ മാത്രമാണ് ചെയ്തത്. അപ്പോൾ എന്താവും? കസ്ർ കൽബാവും. അല്ലെങ്കിൽ ഇതിനെ ചെയ്തത് ഈ മുത്തക്കല്ലിമും ഇവനല്ലാത്ത ഇവിടെ കലാമിലുള്ള മുസ്നദ് ഇലൈഹിയും അല്ലാത്തവനും കൂടിയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയവനോട് ഞാൻ മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോഴോ അത് കസ്ർ ഇഫ്രാദും ആകും. ഇങ്ങനെ 2 കാര്യം പറഞ്ഞു, കസ്ർ കൽബും കസ്ർ ഇഫ്രാദും. ഇത് തീരെ നഫിന്റെ അർഫ് ഇല്ലാത്ത കലാമിലാണ്. ഈ നഫിന്റെ അർഫ് ഉള്ളത് പിന്നീട് വരുന്നുണ്ട്. ഇനി പറയട്ടെ. വയുഅക്കദു അലൽ അവ്വലി, കിതാബ് തുടങ്ങുകയാണ്. വയുഅക്കദു അലൽ അവ്വലി, അവ്വല് പ്രകാരം തൗക്കീദ് ചെയ്യപ്പെടും. അവ്വല് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റദ്ദൻ അലാമാ സഅമ ഇൻഫിറാദ ഗൈരിഹി ബിഹി. വൈറ് ഈ ഫീലിയായ ഖബർ കൊണ്ട് തനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവനോട് റദ്ദ് ചെയ്യാൻ. അതായത് കസ്ർ കൽബില് ഞാൻ മാത്രമാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നവൻ ആരോടാണ്? ഞാൻ മാത്രമാണ് ചെയ്തത്, വേറൊരുത്തനാണ് ചെയ്തത്
വേറെ ഒരുത്തൻ മാത്രമാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോൾ, എന്ന് മനസ്സിലാക്കിയവനോട് ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. അതായത് കസ്ർ കൽബ് ഇവിടെ തൈക്കീത് ചെയ്യും, അഥവാ കസ്ർ കൽബിൽ. ഐ അലാ തക്ദീരി കൗനിഹി, ഈ തഖ്സീസാവുന്ന സങ്കല്പപ്രകാരം റദ്ദൻ അലാ മൻ സഅമൻ ഫിറാദൽ ഗൈരി, ഗൈറ് ഈ ഫീലിയായ ഖബർ കൊണ്ട് മുൻഫരിദായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവന്റെ മേൽ റദ്ദ് ചെയ്യാൻ വേണ്ടി എന്താണ് തഖ്സീസ് സങ്കല്പിക്കുന്ന സമയത്ത് വയുഅക്കദു തൈക്കീദ് ചെയ്യപ്പെടുന്നതാണ് അലൽ അവ്വലി, അവ്വൽ പ്രകാരം ഐ അലാ തഖ്ദീരി കൗനിഹി റദ്ദൻ അലാ മൻ സഅമൻ ഫിറാദൽ ഗൈരി, ഗൈറ് ഫീലിയായ അതായത് ഈ മുത്തക്കല്ലിമ് കലാമിൽ പറഞ്ഞ മുസ്നദിലേഹി അല്ലാത്ത ഒരു ഗൈറ്, ആ ഗൈറ് മുൻഫരിദായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവനെ റദ്ദ് ചെയ്യുന്നതിന് ആവൽ എന്ന സങ്കല്പപ്രകാരം തൈക്കീത് ചെയ്യപ്പെടും. അതായത് കസ്ർ കൽബിൽ ബിനഹ്വി ലാ ഗൈരി, ലാ ഗൈരി പോലത്തതുകൊണ്ട് തൈക്കീത് ചെയ്യപ്പെടും. കാരണം എന്താ, ഇവൻ ഈ മുത്തക്കല്ലിമ് അല്ലാത്തവനിൽ നിന്ന് മാത്രമാണ് ഈ ഫീല് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയവനോടാണ് പറയുന്നത് ഞാൻ മാത്രമാണ് ചെയ്തത്, അവനല്ലാന്ന്. അപ്പോ ഞാൻ മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനൂടെ ഉദാഹരണം എന്താണ്, അനസഇതു ഫി ഹാജത്തിക, നിന്റെ ഹാജത്തിൽ സഈ ചെയ്തത് ഞാൻ മാത്രമാണ്, നീ മനസ്സിലാക്കിയ ആളല്ല. അപ്പൊ ഞാൻ മാത്രമാണെന്ന് പറയുമ്പോൾ ഞാനല്ലാത്തവനല്ല എന്ന് അവിടുന്ന് കിട്ടി. അപ്പോൾ ലാ ഗൈരി കൊണ്ട് തൈക്കീത് ചെയ്യപ്പെടും. ലാ ഗൈരി കൊണ്ടും ബിനഹ്വി ലാ ഗൈരി എന്ന് പറഞ്ഞാൽ ലാ ഗൈരി പോലത്തത് കൊണ്ട്, അഥവാ ലാ ഗൈരി കൊണ്ടും അതുപോലത്തത് കൊണ്ടും തൈക്കീത് ചെയ്യപ്പെടും. ലാ ഗൈരി പോലത്തത് കൊണ്ട് തൈക്കീത് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ലാ ഗൈരി കൊണ്ടും തൈക്കീത് ചെയ്യും, അത് പോലത്തത് കൊണ്ടും. മിസ്ലു ലാ സയ്യിദുൻ, ലാ സയ്യിദുൻ, പിന്നെ വലാ അമ്രുൻ, ലാ അമ്രുൻ പോലെ. അപ്പൊ ഞാൻ മാത്രമാണ് ചെയ്തത്, സയ്യിദല്ല, സയ്യിദാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയവനോട് പറയുമ്പോഴാണത് ലാ സയ്യിദ് എന്ന് പറയാ, കസ്ർ ലാഫിയാവുമ്പോഴേ. ഈ സഈ ചെയ്തത് സയ്യിദാണ്, നീയല്ല, ഞാൻ മാത്രമാണ്, സയ്യിദല്ല. അപ്പൊ ഞാൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ സയ്യിദല്ല എന്ന് കിട്ടി. അപ്പൊ ലാ സയ്യിദ് കൊണ്ട് തൈക്കീത് ചെയ്യും. തൈക്കീത് ചെയ്യുന്നത് അതിനാണ്. പിന്നെ ലാ അമ്രുൻ, അപ്പൊ അമ്രും ഈ മുത്തക്കല്ലിമും രണ്ടാളും കൂടി ആണ് ചെയ്തത്. രണ്ടാളും കൂടിയല്ല, ഇത് കസ്ർ കൽബിന്റെ അവിടെയാണല്ലോ അല്ലേ. രണ്ടാളല്ല, അമ്രു മാത്രമാണ് ചെയ്തത്. അവനോട് പറയാ അനസഇതു ഫി ഹാജത്തിക, ഞാൻ മാത്രമാണ് നിന്റെ ആവശ്യത്തിൽ സഈ ചെയ്തത് എന്ന് പറയുമ്പോൾ തന്നെ അമ്രല്ലാന്ന് കിട്ടി. അമ്രാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയവനോടാണ് പറയുന്നത്, അമ്രല്ല. ലാ മൻസിവായ, ലാ മൻസിവായ കൊണ്ടും തൈക്കീത് ചെയ്യപ്പെടും. കാരണം ലി അന്നഹു, ഈ ലാ ഗൈരി പോലത്തത് അദ്ദാലു സരീഹൻ, അത് വ്യക്തമായ നിലയിൽ അറിയിക്കുന്നതാണ്. അലാ ഇസാലത്തി ശുബ്ഹത്തി അന്നൽ ഫിഇല സദറ അനിൽ ഗൈരി, ഫിഇല് ഗൈറിൽ നിന്ന് ഉണ്ടായി എന്ന ശുബ്ഹയെ, സംശയത്തെ നീക്കലിന്റെ മേൽ വ്യക്തമായി അറിയിക്കും. അപ്പോൾ അനസഇതു ഫി ഹാജത്തിക, നിന്റെ ആവശ്യത്തിൽ ഞാൻ സഈ ചെയ്തു, ഞാൻ മാത്രം സഈ ചെയ്തു, ഞാൻ മാത്രമാണ് സഈ ചെയ്തത്. അതിൽ നിന്ന് മഫ്ഹൂമായിട്ട് എന്ത് കിട്ടും, ഞാനല്ലാത്തവനല്ല എന്ന് കിട്ടും, അല്ലെങ്കിൽ സയ്യിദല്ല എന്ന് കിട്ടും. അതിന്റെ മഫ്ഹൂം അതാ. ലാ ഗൈരി എന്ന് പറയുമ്പോഴോ മന്തൂക്കായിട്ട് തന്നെ അത് കിട്ടി. അതാണ് സരീഹൻ അറിയിക്കും എന്ന് പറഞ്ഞത്. അവനെ സഈതു ഫി ഹാജത്തിക, നിന്റെ ആവശ്യത്തിൽ ഞാൻ മാത്രം സഈ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ മഫ്ഹൂം എന്താ, ഞാനല്ലാത്തവനല്ല, അല്ലെങ്കിൽ സയ്യിദല്ല എന്നാണ്, അല്ലെങ്കിൽ അമ്രല്ല എന്നാണ്.
സയ്യിദാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയവനോട് അനസഅയ്തു ബിഹാജത്തിക്കാലാ സയ്യിദുൻ, ഞാൻ മാത്രമാണ് സഈ ചെയ്തത് എന്ന് പറയുമ്പോൾ സയ്യിദല്ല എന്നതിന്റെ മഫ്ഹൂമാൻ. ലാ സയ്യിദുൻ എന്ന് പറയുമ്പോൾ സരീഹൻ എന്താണ് സയ്യിദല്ല എന്ന് അതിൽ നിന്ന് ലഭിക്കും. അപ്പോ വൈറാണല്ലോ ഈ സയ്യിദ്. വൈറിൽ നിന്ന് ഉണ്ടായി എന്ന ഈ ഫീല് വൈറിൽ നിന്ന് ഉണ്ടായി എന്ന ശുബഹത്തിനെ നീക്കന്റെ മേൽ വ്യക്തമായ നിലയിൽ അറിയിക്കുന്നതാണ്. പിന്നെ വയുഅക്കദു അല സാനി, സാനി പ്രകാരം തഅ്കീദ് ചെയ്യപ്പെടും. സാനി എന്ന് പറഞ്ഞാല് കസ്റ് ഇഫ്രാദില് ഈ മുത്തക്കല്ലിമു അല്ലാത്തവൻ, അതായത് ചെയ്തായിക്കോട്ടെ, രണ്ടാളും കൂടിയാണ് ഇത് ചെയ്തത്, സഈ ചെയ്തത് എന്ന് മനസ്സിലാക്കിയ ഒരു മുഖാത്തബ് അവനോട് അനസഅയ്തു ഫീ ഹാജത്തിക, ഞാൻ മാത്രമാണ് സഈ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കസ്റ് ഇഫ്രാദാണ്. ഞാൻ മാത്രമാണ്, എന്റെ കൂടെ മറ്റൊരാളില്ല എന്ന് അവിടെ നിന്നും കിട്ടും. നീ മനസ്സിലാക്കിയ ഞങ്ങൾ രണ്ടാളും കൂടിയല്ല, ഞാൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഈ സാനി പ്രകാരം ഐ അലാ തഖ്ദീരി കൗനിഹി, ഈ ഹസറാണ് എന്ന സങ്കല്പപ്രകാരം റദ്ദൻ അലാ മൻ സഅമൽ മുശാറക്കത്ത, ഫീലിൽ മുശാറക്കത്തിനെ വാദിച്ചവന്റെ മേൽ റദ്ദ് ചെയ്യാൻ വേണ്ടി അസ്ർ വരും എന്ന സങ്കല്പപ്രകാരം തൈക്കീദ് ചെയ്യപ്പെടും. പിന്നെ ഹിബി വഹിദി പോലത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാലോ, ഞാനും സയ്യിദും കൂടിയാണ് സഈ ചെയ്തത് എന്നൊരു മുഖാത്തബ് മനസ്സിലാക്കി. അവനോട് പറയാണ് അനസഅയ്തു ഫീ ഹാജത്തിക, ഞാൻ മാത്രമാണ് നിന്റെ ആവശ്യത്തിൽ സഈ ചെയ്തത്. നീ മനസ്സിലാക്കിയതുപോലെ ഞാനും അവനും കൂടിയല്ല. അപ്പോൾ എന്തായി അവിടെ? ഞാൻ ഒറ്റക്കാണ് എന്ന് കിട്ടി, അതിന്റെ മഫ്ഹൂമത. അപ്പോൾ വഹിദി എന്ന് പോലത്തുകൊണ്ട് തൈക്കീദ് ചെയ്യപ്പെടും. അതാണ് മിസ്ലു മുത്തഫരിദൻ, ആ വഹിദി മുത്തഫരിദൻ, ഞാൻ തന്നെ തനിച്ചവനായ നിലയിൽ, ഔ മുത്തവഹീദൻ ഔ ഗൈറ മുശാരിക്കിൻ, അതുപോലത്തുകൊണ്ടൊക്കെ. കാനലി അന്നഹു, ഈ വഹിദി പോലത്തത് അദ്ദാലു അറിയിക്കുന്നതാണ്, സരീഹൻ വ്യക്തമായിട്ട് തന്നെ, അല ഇസാലത്തി ശുബ്ഹത്തി ഇഷ്തിറാക്കിൽ ഗൈരി ഫിൽ ഫീലി, ഫീലിൽ ഗൈറിന്റെ പങ്കിന്റെ ഗൈറ് കൂറായിട്ടുണ്ട് എന്ന ശുബ്ഹയെ നീക്കലിന്റെ മേൽ സരീഹൻ അറിയിക്കുന്നതാണ് വഹിദി പോലത്തത്. ഞാൻ ഒറ്റക്കാന്ന് പറയുമ്പോൾ മറ്റൊരാളിൽ കൂറില്ല, മറ്റൊരാളുടെ പങ്കുചേരൽ ഇതിലില്ല എന്ന് സരീഹൻ അറിയിക്കുന്നുണ്ട്. കാരണം തൈക്കീദ് ഇന്നമായക്കൂണു, തൈക്കീദ് ഉണ്ടാകുന്നത് തന്നെ എന്തിനാണ്? ലിദഫി ശുബ്ഹത്തിൻ ഖാലജത്ത് കൽബ സാമി, സാമിന്റെ കൽബിൽ കടന്നുകൂടിയതായ ഒരു ശുബ്ഹ, ആ ശുബ്ഹയെ തട്ടാൻ വേണ്ടിയാണ് എന്തുണ്ടാകുന്നത്? തൈക്കീദ് ഉണ്ടാകുന്നത്. അപ്പൊ ശുബ്ഹ നീങ്ങിയല്ലോ. ഞാൻ മാത്രമാണ് സഈ ചെയ്തതെന്ന് പറയുമ്പോൾ വേറൊരാളുണ്ടോ എന്നൊരു ശുബ്ഹ മറ്റവന്റെ കൽബിൽ കടന്നുകൂടിയിട്ടുണ്ടാവും. അതിനാണ് തട്ടിമാറ്റും വഹിദി എന്ന് പറയുമ്പോൾ. മറ്റേ സ്ഥലത്ത് ആദ്യം പറഞ്ഞു കൊടുത്ത തന്നെ ലാഹൊയ്രി എന്ന് പറയുമ്പോഴും ആ ശുബ്ഹയെ നീക്കിക്കളയും. പിന്നെ വഖദ്, അപ്പോൾ ഇല്ല, അങ്ങനെയല്ലെങ്കിൽ മുസ്നദിൽ ഈ നഫിൻ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ, അത് കലാമിൽ തീരെ നഫിൻ അർഫ് ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ നഫിൻ അർഫ് മുസ്നദിലേക്ക് തൊട്ട് മുതഅഖിറാകാം. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തഖ്ദീമു തഖ്സീസിന് വരും. തഖ്സീസിന് വരുന്നോടത്ത് അവിടെ തക്കവിൽ ഹുക്കുമുണ്ടാകും. പക്ഷെ തക്കവിൽ ഹുക്കും അവിടെ മഖ്സൂദല്ല. മഖ്സൂദ് തഖ്സീസ് ആയതുകൊണ്ടാണ് തഖ്സീസിന് വേണ്ടി വരുന്നത്. ഇനി പറയാൻ പോകുന്നത് വഖദ്. തഖ്സീസിന് വരുന്നോടത്ത് തക്കവിൽ ഹുക്കുമ് അവിടെ ഇസ്നാദിന്റെ തകറാറ് ഉള്ളതുകൊണ്ട് തക്കവിൽ ഹുക്കും അവിടെ ഉണ്ട്. പക്ഷെ തക്കവിൽ ഹുക്കുമ് ഉണ്ടെങ്കിലും അവിടെ മഖ്സൂദ് തഖ്സീസാണ്. മുത്തക്കല്ലിമിന്റെ മഖ്സൂദ് തഖ്സീസ് ആയതുകൊണ്ട് അതിനെയാണ് ഏറ്റിബാർ ചെയ്തത്. അവിടെ തക്കവിൽ ഹുക്കുമ് ഇല്ലാത്തത് കൊണ്ടല്ല.
വഖദ് യഅതി ലിതഖ്വിയത്തിൽ ഹുക്മീന അല്ലെങ്കിൽ ലിതഖവ്വീൽ ഹുക്മി. ചിലപ്പോൾ ഹുക്മിനെ ശക്തിപ്പെടുത്താൻ വരും. അതായത് തഖ്സീസ് അവിടെ മുത്തകല്ലിമിന് മുറാദല്ല. അതേ സമയത്ത് തഖ്സീസിന് വരുന്ന സമയത്ത് അവിടെ തഖവ്വീൽ ഹുക്മ് ഏതായാലും ഉണ്ടാകും, ഇസ്നാദിന്റെ തക്റാറുള്ളത് കൊണ്ട്. അത് മഖ്സൂദല്ല എന്നർത്ഥം. ചിലപ്പോൾ തഖവ്വീൽ ഹുക്മിനക്ക് വരും എന്ന് പറഞ്ഞാൽ തഖ്സീസിന് വരൂല. തഖവ്വീൽ ഹുക്മുള്ളോടത്ത് തഖ്സീസ് ഉണ്ടാവണമെന്നില്ല. അതേ സമയത്ത് തഖ്സീസ് മഖ്സൂദായോടത്തൊക്കെ എന്തുണ്ട്, തഖവ്വീൽ ഹുക്മ് ഉണ്ടാകും. അതാണ് പറഞ്ഞത് വഖദ് യഅതി ലിതഖ്വിയത്തിൽ ഹുക്മി. ചിലപ്പോൾ ഹുക്മിനെ ശക്തിപ്പെടുത്താനും വരും. എപ്പോ? മുസ്നദി ഇലൈഹി നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ, വതഖ്രീരിഹി ആ മുസ്നദി ഇലൈഹിനെ ഉറപ്പിക്കാനും, ഫീ ദിഹ്നി സാമിഇ സാമിന്റെ ദിഹിനിൽ ഉറപ്പിക്കാൻ, ദൂന തഖ്സീസി തഖ്സീസിനെ കൂടാതെ. അവിടെ തഖ്സീസ് മുറാദില്ല. നഹ്വു ഹുവ യുഅ്തിൽ ജസീല, ഹുവ അവനാകുന്നത് യുഅ്തിൽ ജസീല ഒരുപാട് കൊടുക്കുന്ന ആളാണ്. ഇവന്റെ കൊടുക്കൽ ഇവൻ ഒരുപാട് കൊടുക്കുന്നവൻ തന്നെയാണ് എന്നാണ് അവിടെ മുറാദ്. ഈ കൊടുക്കൽ എന്ന പണിയെ ഒന്ന് ശക്തിപ്പെടുത്താനാണ് ഇവിടെ ഹുവ എന്ന മുസ്നദിലേയെ മുന്തിച്ചത്. കാരണം മുസ്നദിലേയെ മുന്തിക്കുന്നത് കൊണ്ട് ഇസ്നാദിന്റെ തക്റാർ വരുന്നുണ്ട്. അതുകൊണ്ടെന്താ ഹുക്മിന് ഒരു ശക്തി കിട്ടും. ഖസ്ദൻ ഇലാ തഹ്ഖീഖി അന്നഹു യഫ്അലു ഇഅ്താഅൽ ജസീൽ, ഒരുപാട് കൊടുക്കൽ എന്ന പ്രവൃത്തി ഇവൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കൽ കൊണ്ട് കരുതിയതിന് വേണ്ടി എന്താകും ഹുവ യുഅ്തിൽ ജസീല എന്ന് പറയും. അപ്പോൾ അവൻ മാത്രമാണ് കൊടുക്കുന്നത്, വേറൊരാളല്ല എന്നിവിടെ മഖ്സൂദല്ല. പക്ഷെ ഈ കൊടുക്കുന്ന ആളെന്നുണ്ട്, ഒരുപാട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കൊടുക്കുന്ന ആളാണ് എന്ന് അറിയിക്കാനാ. അവർ രണ്ടു വട്ടം ഇസ്നാദുണ്ട്. ഹുവ എന്നതിനെ യുഅ്തിൽ ജസീലയിലേക്ക്, യുഅ്തിൽ ജസീല എന്നതിനെ ഹുവ എന്നതിലേക്ക് ഇസ്നാദ് ചെയ്തു. അതിന്റെ പുറമെ യുഅ്തി എന്ന ഫീലിനെ മുസ്നദിന്റെ ലമീറിലേക്കും ഇസ്നാദ് ചെയ്തു. അവ രണ്ട് ഇസ്നാദ് അവിടെ നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ അതാ വസയരിദു അലൈക, നിന്റെ മേൽ പിന്നീട് വരും തഹ്ഖീഖു മഅന തഖവ്വി, തഖവ്വിയുടെ തഖവ്വി എന്നതിന്റെ മഅന തഹ്ഖീഖാക്കൽ എന്ന കാര്യം നിന്റെ മേൽ പിന്നീട് വരും. അത് മുസ്നദിന്റെ ബാബിൽ വരുന്നുണ്ട്. ഇനി പറയുന്നത് രണ്ടാമത്തെ ഖിസ്മാണ്. അതായത് രണ്ടാമത്തെ ഖിസ്മ എന്ന് പറഞ്ഞാൽ വഇല്ല എന്ന് പറഞ്ഞല്ലോ. വഇല്ല അങ്ങനെയല്ലെങ്കിൽ, അതായത് മുസ്നദ് ഇലൈഹി നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ, അത് രണ്ട് സൂറത്തുണ്ടതിന്. കലാമിൽ തീരെ നഫിന്റെ അർഫില്ലാതിരിക്കുക, അപ്പോൾ ആ കലാമ് മുസ്ബത്തായ കലാമായിരിക്കും. അല്ലെങ്കിൽ നഫിന്റെ അർഫ് ഉണ്ടാവുക എന്നാ മുസ്നദിലെ തൊട്ട് മുത്തഅഖിറായിട്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. വഖദാ ഇദാ കാനൽ ഫീലു മൻഫിയൻ, ഇങ്ങനെ തന്നെയാണ് ഫീല് നഫി ചെയ്യപ്പെട്ടതായാലും. അതായത് മുസ്നദിലേഹി നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ല, അടുക്കാത്തോടത്ത് തീരെ നഫിന്റെ അർഫില്ല, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തഖ്സീസിനക്ക് വരും, ചിലപ്പോൾ തഖവ്വീൽ ഹുക്മിനും വരും. എനിക്ക് നഫിന്റെ അർഫ് ഉണ്ട്, പക്ഷേ മുസ്നദ് ഇലൈഹിന്റെ പിന്നിലാണ്, മുന്നിലല്ല. അതാണ് നഫി ചെയ്യപ്പെട്ടതായാൽ എന്ന് പറയുന്നത്. വഖദാ ഇദാ കാനൽ ഫീലു മൻഫിയൻ എന്ന് പറഞ്ഞത് അതാണ്. ഫീല് നഫി ചെയ്യപ്പെട്ടതായി, മുസ്ബത്തല്ല മൻഫിയാണ്. അവിടെയും ഫഖദ് യഅതി തഖ്ദീമു വരും ലിതഖ്സീസി, തഖ്സീസിന് വരും. വഖദ് യഅതി ലിതഖവ്വി, ചിലപ്പോൾ തഖവ്വിക്കും വരും. രണ്ടുണ്ടാവും. പല്ലപോലെ ഒന്നാമത് തഖ്സീസിലേക്ക് വരുന്നത് നഹ്വു അന്തമാ സഅയ്ത ഫീ ഹാജത്തി, നീ മാത്രം എന്റെ ഹാജത്തിൽ സഈ ചെയ്തിട്ടില്ല.
ഇത് രണ്ടോർത്തുക്കും പറ്റും. ആരോടാണ് പറയുന്നത്? ഒരു മുഖാത്തബിനോട്. നീ മാത്രം എന്റെ ആവശ്യത്തിൽ സഈ ചെയ്തിട്ടില്ല. അപ്പൊ അവന്റെ വാദം എന്താണ്? ഈ മുഖാത്തബിന്റെ വാദം ഞാൻ മാത്രമാണ് സഈ ചെയ്തത് എന്നാ. അപ്പൊ അവനോട് പറയാ നീ മാത്രം സഈ ചെയ്തിട്ടില്ല. അതെ, അവന്റെ വാദം എന്താണ്? ഞാൻ മാത്രമാണ് സഈ ചെയ്തത്. അവനോട് പറയാണ് നീ മാത്രം സഈ ചെയ്തിട്ടില്ല. അപ്പൊ കസ്ർ കൽബായി. അല്ലെങ്കിൽ അവന്റെ വാദം എന്താണ്? ഈ മുഖാത്തബിന്റെ ഞാനും സെയ്ദും കൂടിയാണ് സഈ ചെയ്തത്. അപ്പൊ അവനോട് പറയാ നീ മാത്രം സഈ ചെയ്തിട്ടില്ല. അപ്പൊ കസ്ർ എന്തായി? ഇഫ്രാദുമായി. അവൻ മാത്രമാണ് എന്ന് വാദിക്കുമ്പോൾ അവനോട് പറയുമ്പോൾ കസ്ർ കൽബും. ഈ മുത്തകല്ലിമിന്റെ ദഅവ, അവന്റെ വാദം ഞാൻ മാത്രമാണ് നിന്റെ ആവശ്യത്തിൽ സഈ ചെയ്തത് എന്ന് പറയുന്ന ഒരു മുഖാത്തബിനോട് മുത്തകല്ലിം പറയാണ് നീ മാത്രം സഈ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തായി? കസ്ർ കൽബായി. ഇനി മുത്തകല്ലിമിന്റെ വാദം എന്താണ്? ഞാനും വേറെ ഒരുത്തനും കൂടിയാണ് സഈ ചെയ്തത്. അപ്പോഴും പറയാം അവനോട് ഞാൻ മാത്രം സഈ ചെയ്ത് നീ മാത്രം സഈ ചെയ്തിട്ടില്ല. അവനോട് പറയുമ്പോൾ കസ്ർ ഇഫ്രാദും ആയി. ഇവിടെ അന്തമാ സഅയ്ത ഫീ ഹാജത്തി എന്നുള്ളോർത്ത് മാനക്കുൽത്തൂന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവിടെ അതനുസരിച്ച് ഇവിടെ എന്താ പറയാ? അനമാ കുൽത്തു, അനക്കുൽത്തു. അതാണ് ആദ്യം പറഞ്ഞത്. നെഫിന്റെ അർഫിനോട് അടുത്താല്. ഇനി നെഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ല, മുസ്നദിലിഹിന്റെ പിന്നിലായി. അപ്പോ മാ അനക്കുൽത്തുള്ളോടത്ത് എന്ത് പറയാ? അനമാക്കുൽത്തു. അന്തമാ സഅയ്ത എന്നുള്ളോടത്ത് മാനക്കുൽത്തു അനുസരിച്ച് ഇവിടെ എന്ത് പറയണം? അനമാക്കുൽത്തു, ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല എന്നായി. അപ്പോ മാക്കുൽത്തു അന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. അനമാക്കുൽത്തു എന്ന് പറഞ്ഞാലും എന്ത് തന്നെ? തഖ്സീസാകുമ്പോൾ ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. അവ രണ്ടും തഖ്സീസിന് തന്നെയാണ് എന്ന് മനസ്സിലായി. അന്തമാ സഅയ്ത ഫീ ഹാജത്തി എന്നത് തഖ്സീസിനാവുമ്പോൾ അനമാ ഖുൽതു ഹാദാ എന്നതും തഖ്സീസിനാക്കാമല്ലോ. അപ്പോൾ മാ അനക്കുൽത്തുഹും അനമാ ഖുൽതുഹും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടും തഖ്സീസിനക്ക് തന്നെയാണ്. പക്ഷെ വ്യത്യാസമുള്ളത് മാ അനക്കുൽത്തു പറയുന്നത് ആരോടാണ്? ഇതിനെ പറഞ്ഞത് ഈ മുത്തക്കല്ലിമ് മാത്രമാണ്, അല്ലെങ്കിൽ മുത്തക്കല്ലിമ് അല്ലാത്തവനും കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവനോടാണ് എന്ത് പറയുക? മാ അനക്കുൽത്തു എന്നത് ഉപയോഗിക്കുന്നത്. അനമാ ഖുൽതു ഉപയോഗിക്കുന്നതോ? അതുപയോഗിക്കുന്നത് ഈ വാക്ക് പറയാത്തതെന്താണ്? വൈറാണ്. അല്ലെങ്കിൽ വൈറും ഈ മുത്തക്കല്ലിമും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയവനോട് എന്ത് പറയാം? അനമാ ഖുൽതു, ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോ മാ അനക്കുൽത്തുഹും അനമാ ഖുൽതുഹും രണ്ടും തഖ്സീസിനാണെങ്കിലും മാ അനക്കുൽത്തും ഉപയോഗിക്കുന്നത് ആരോടാണ്? ഇതിനെ പറഞ്ഞത് ഈ മുത്തക്കല്ലിമും മാത്രമാണ്, അല്ലെങ്കിൽ മുത്തക്കല്ലിമും വേറെ ഒരുത്തനും കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയവനോടാ. അനമാ ഖുൽതു പറയുന്നതോ ഈ വാക്കിനെ പറയാത്തത് വേറൊരുത്തനാണ് എന്ന് മനസ്സിലാക്കി. അവനോട് പറയാത്തത് ഞാനാണ്, ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പറയാത്തത് വേറൊരുത്തനും ഈ മുഖാത്തബും ഈ മുത്തക്കല്ലിമും കൂടി, രണ്ടാളും കൂടിയാണെന്ത് പറയാത്തത് എന്ന് മനസ്സിലാക്കിയവനോടും അനമാ ഖുൽതു, ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഫർക്ക്. ഒന്ന് മുത്തക്കല്ലിമ് സുബൂത്തിനെ വിശേഷിക്കാം, മറ്റേ സ്ഥലത്ത് എന്താണ്?
പിന്നെ മറ്റ് ഒന്ന് സുബൂത്തിന് വിശ്വസിക്കുക, മറ്റത് സെൽമിനെ വിശ്വസിക്കുക. ഇത് ദസൂക്കയിൽ പറഞ്ഞിട്ടുണ്ട്. 402 പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഖൗലുഹു അന്തമാ സഅയ്ത മിസ്ലുഹു അനമാ ഖുൽതു ഹാദാ ഫതഖദീമു ഫീഹി ലിമുഫീദുൻ ലിതഖ്സീസി. അപ്പോൾ ഇതിലും മുന്തിക്കൽ അനമാ ഖുൽതു എന്ന് പറയുന്നതും തഖ്സീസിനെ ഫായിദ വെപ്പിക്കും. ഫഹുവ മിസ്ലു മാന ഖുൽതു. അപ്പോൾ അനമാ ഖുൽതു ഏതുപോലെയാണ്? മാന ഖുൽതു പോലെയാണ്. മാന ഖുൽതു തഖ്സീസിനാവുന്നതുപോലെ അനമാ ഖുൽതുവും എന്താവും? തഖ്സീസിനാവും. കമാ മറ. നഅം, പക്ഷേ യഫ്തരിഖാനി, രണ്ടും വ്യത്യാസമുണ്ട്. അനമാ ഖുൽതു പറയുന്നത് എവിടെ? മാന ഖുൽതു പറയുന്നത് എവിടെ? അനമാ ഖുൽതു ആദാ എന്നതിനെ ഉപയോഗിക്കുന്നിടത്ത് മാന ഖുൽതുവിനെ ഉപയോഗിക്കാൻ പറ്റൂല. മാന ഖുൽതുവിനെ ഉപയോഗിക്കുന്ന മഹല്ലിൽ അനമാ ഖുൽതുവിനെയും പറ്റൂല. എന്താ ഫറഖ്? മിൻ ജിഹത്തി അന്ന മാന ഖുൽതുഹു, മാന ഖുൽതുഹുവിനെ ഇന്നമാ യുൽഖ, അതിനെ എറിയപ്പെടും, അതിനെ പറയപ്പെടും. ലിമനേത്ത കഥ സുബൂത്തൽ കൗലി, കൗല് സാബിത്തായി എന്ന് മനസ്സിലാക്കിയവനോട്. ഇത് പറഞ്ഞ ഒരാളുണ്ട്. അതെ, വാസാബ വിദാലിക, അവൻ എന്തായി? അതിൽ സവാബിനെ എത്തിച്ചു. ആ മന്ന് ആയി ആ മുഅ്തഖിദ്. വലാകിന്നഹു അഖ്തഅ ഫീ നിസ്ബത്തിഹി ലിൽ മുതകല്ലിമി, മുതകല്ലിമിലേക്ക് ആ കൗലിനെ നിസ്ബ ചെയ്യുന്നതിൽ അവൻ പിഴച്ചു. ആര്? ഈ മുഖാത്തബ്. അപ്പൊ മുത്തക്കല്ലിമ് മാത്രമാണ് ഇതിനെ പറഞ്ഞത്, അല്ലെ മുത്തക്കല്ലിമും അല്ലാത്തവനും കൂടിയാണ് പറഞ്ഞത്. അവനോടാണ് എന്ത് പറയുക? മാന ഖുൽതു പറയുന്നത്. അനമാ ഖുൽതു പറയുന്നതോ? അതോ പിന്നെ അനമാ ഖുൽതു പറയുന്നത് ഇന്നമാ യുൽക്ക ലിമനേത്തക്കഥ അദമൽ കൗലി, പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവനോടാ. പക്ഷെ പറഞ്ഞിട്ടില്ല എന്ന് അതിൽ അവൻ സംഗതി സവാബിനെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ പറയാത്തത് മുത്തക്കല്ലിമ് അല്ലാത്തവനിലേക്ക് അവൻ ചേർത്തി. ഇത് പറയാത്തത് മുത്തക്കല്ലിമ് അല്ലാത്തവനാണ്. അപ്പോൾ മുത്തക്കല്ലിമ് പറയാണ് ഞാൻ മാത്രമാണ് പറയാത്തത്, അല്ലെങ്കിൽ മുത്തക്കല്ലിമ് അല്ലാത്തവനും കൂടി രണ്ടാളും കൂടിയാണ് പറയാത്തത്. അല്ല, രണ്ടാളും കൂടിയല്ല, മറ്റവൻ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് പറയാത്തത്. അതാണ് ഈ പറഞ്ഞത് കേട്ടോ. ഫഖദ് യഅതി ലിത്തഖദീമി, ഫഖദ് യഅതി തഖദീമു ലിത്തഖ്സീസി, വഖദ് യഅതി ലിത്തഖവി. കിതാബിലേക്ക് പ്രവേശിക്കുകയാണ്. തഖദീമ് കലാമു എന്തായാൽ ഇദാകാനൽ ഫീലു മൻഫിയൻ, ഫീല് നഫീ ചെയ്യപ്പെട്ടതായാലും ഇങ്ങനെ തന്നെ തഖ്സീസിനും വരും, ചിലപ്പോൾ എന്തിനും വരും. വഖദ് യഅതി ലിത്തഖവി. ഫല്ലവ്വലു, ഒന്നാമത്തത്, അതായത് തഫ്സീസിന് വരുന്നത്. അന്തമാ സഅയ്ത ഫീ ഹാജത്തി, എന്റെ ആവശ്യത്തിൽ നീ മാത്രം സഈ ചെയ്തിട്ടില്ല. ഖസ്ദൻ ഇലാ തഖ്സീസിഹി ബി അദമി സഈ, കണ്ടോ, ഖസ്ദൻ കരുതിയതിനു വേണ്ടി, ഇലാ തഖ്സീസിഹി ആ മുസ്നദിലീന ഖാസാക്കൽനെ ബി അദമി സഈ, അദമു സഈ കൊണ്ട് ഖാസാക്കൽനെ. അതിപ്പോ കസ്ർ ഇഫ്റാദുള്ളോട്ടും കസ്ർ കൽബിലും വരും. ഞാൻ മാത്രം സഈ ചെയ്തിട്ടില്ല. അപ്പൊ സഈ ചെയ്തത് ഇവനും ഇവനല്ലാത്തവനും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയവനോട് അല്ല സഈ ചെയ്യാത്തത്. അന്തമാ സഈത്ത അവിടെയാണ്. സഈ അദമുസ്സഈയിൽ, അദമുസ്സഈയിൽ അന്തമാ സഈത്ത ഫീ ഹാജത്തി, അങ്ങോട്ടാണല്ലോ. നീ മാത്രം എന്റെ ആവശ്യത്തിൽ സഈ ചെയ്തിട്ടില്ല. അപ്പൊ അവന്റെ വാദം എന്താണ്? അവന്റെ വാദം, ആരുടെ വാദം? ഈ മുഹാത്തബിന്റെ വാദം. ഞാൻ മാത്രമാണ് സഈ ചെയ്തത് എന്ന. അവനോട് പറയാ നീ മാത്രം സഈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാനും വേറെ ഒരുത്തരും കൂടിയാണ്. അപ്പോഴും പറയാം അന്തമാ സഈത്ത ഫീ ഹാജത്തി. അപ്പോൾ കസ്ർ ഇഫ്റാദാവും.
വസാനി രണ്ടാമത്തത് തക്കബിൽ ഹുക്കുമിന് വരൂ എന്ന് പറഞ്ഞത് നെഹു അന്തലാ തക്ദിബൂ, നീ മാത്രം കളവ് പറയൂല. അന്തനി ലാ തക്ദിബ്, നീ കളവ് പറയില്ല. അപ്പൊ രണ്ട് നീ അവിടെ ആവർത്തിച്ചു വരുന്നുണ്ട്. അന്ത എന്നതിലേക്ക് ലാ തക്ദിബൂനെ ഇസ്നാദ് ചെയ്തു. അതിന്റെ പുറമെ ലാ തക്ദിബു എന്നതിനെ അന്തയിലേക്കുള്ള ലമീറിലേക്കും മുസ്നദിലേക്കുള്ള ലമീറിലേക്കും ഇസ്നാദ് ചെയ്തു. ഇവിടെ തഖ്സീസ് ആർക്കും മുറാദില്ല, മുതകല്ലിമിന് മുറാദില്ല, തക്കബിൽ ഹുക്കുമേ മുറാദുള്ളൂ. വഹുവ തഖ്വിയത്തിൽ ഹുക്കുമിൽ മൻഫി, നഫി ചെയ്യപ്പെട്ട ഹുക്കുമിനൊന്ന് ശക്തിപ്പെടുത്താനാണ്. നീ മാത്രം എന്നിവിടെ അർത്ഥമല്ല. നീ തന്നെയാണ് കളവ് പറയാത്ത, നീ കളവ് പറയാത്തവനാണ്. വതക്രീരി ഹുക്കുമിനെ ഒന്ന് ശക്തിപ്പെടുത്താനും. ഫഇന്നഹു അന്തലാ തക്ദിബു എന്നത് അശദ്ദുലി നഫിയിൽ കദിബി, കദിബിനെ നഫി ചെയ്യാൻ അശദ്ദാണ് എന്നതിനേക്കാൾ മിൻ ലാ തക്ദിബു എന്നതിനേക്കാൾ. കാരണം ലിമാ ഫീഹി, ആ അന്തലാ തക്ദിബു എന്നതിൽ ഉണ്ടായതിനു വേണ്ടി മിൻ തക്റാറിൽ ഇസ്നാദിൽ മഫ്കൂദി ഫീ ലാ തക്ദിബു എന്നതിൽ ഇല്ലാത്ത ഇസ്നാദിന്റെ തക്റാറിനാൽ. അപ്പോൾ ലാ തക്ദിബു അതാണ് ലിമാ ഫീഹി, ഈ അന്തലാ തക്ദിബു എന്നതിൽ ലിമാ ഫീഹി അന്തലാ തക്ദിബു എന്നതിൽ ഉള്ള ഒന്നിനു വേണ്ടി, ആ ഒന്നെന്തിനാൽ മിൻ തക്റാറിൽ ഇസ്നാദിൽ മഫ്കൂദി ഫീ ലാ തക്ദിബു എന്നതിൽ ഇല്ലാത്ത ഇസ്നാദിന്റെ തക്റാറിനാൽ. അപ്പോ ലാ തക്ദിബുല് ഇസ്നാദിന്റെ തക്റാറില്ല. അന്തലാ തക്ദിബു എന്നതിൽ എന്തുണ്ട്? ഇസ്നാദിന്റെ തക്റാറുണ്ട്. അതുകൊണ്ട് കദിബിനെ നഫി ചെയ്യലിന് അശദ്ദ് ഏതാണ്? അന്തലാ തക്ദിബുവാണ്. വഖ്തസറൽ മുസന്നിഫ് ചുരുക്കി അലാ മിസാലി തക്കവ്വി എന്നതിന്റെ തക്കവ്വിയുടെ മിസാലിന്റെ മേൽ. മറ്റു ശാരിഹാണ് പറഞ്ഞത് അന്തമാസഹിത്ത അലൈഹി, ഇതിന്റെ മേൽ, ഈ മിസാലിന്റെ മേൽ ഫർആക്കിക്കൊണ്ടുവരാനാണ് അത്തഫ്രീഖത ബൈനഹു വബൈന തഅക്കീദിൽ മുസ്നദ് ഇലൈഹി. ഈ മിസാലിന്റെയും മുസ്നദ് ഇലൈഹിനെ തഅക്കീദ് ചെയ്യുന്നതിന്റെയും ഇടയിൽ ഉള്ള വ്യത്യാസത്തെ ഫർആക്കിക്കൊണ്ടുവരാനാ. ഇസ്നാദിന്റെ തക്റാറും മുസ്നദ് ഇലൈഹിനെ തഅക്കീദ് ഹുക്കുമിനെ അല്ലേ, മുസ്നദ് ഇലൈഹിനെ തഅക്കീദ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട് എന്നതിനെ ഫർആക്കിക്കൊണ്ടുവരാനാണ് ഈ ഉദാഹരണം ചുരുക്കിയത്. മത്തനിലിപ്പോ അതാ പറഞ്ഞിട്ടുള്ള അന്തലാ തക്ദിബു. വസാനി ഷാരിഹ് പറഞ്ഞു, ഷാരിഹ് ഒന്നാമത്തെ ഉദാഹരണം ഷാരിഹ് ഫല്ലവ്വലു അന്തമാ സഅയ്ത ഫീ ഹാജത്തി, അത് തഖ്സീസിന്റെ ഉദാഹരണം. വസാനി എന്ന് പറഞ്ഞിട്ട് പിന്നെ നെഹ്വു അന്തലാ തക്ദിബു അതാ പറഞ്ഞത്. വഖ്തസറൽ മുസന്നിഫ് ചുരുക്കി അലാ മിസാലി തക്കവ്വി എന്നത് തക്കവ്വിയുടെ മിസാലിന്റെ മേൽ ചുരുക്കി ലിയുഫർരിഅ അലൈഹി, ആ മിസാലിന്റെ മേൽ ഫർആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ? അത്തഫ്രീഖത ബൈനഹു വബൈന തഅക്കീദിൽ മുസ്നദ് ഇലൈഹി, മുസ്നദ് ഇലൈഹിനെ തഅക്കീദ് ചെയ്യുന്നതിന്റെ ഇടയിലും പിന്നെ ഈ മിസാലിന്റെ മേൽ ഇടയിലും വ്യത്യാസമുണ്ട്. ഏത്? ഇസ്നാദ് ആവർത്തിച്ച ഉദാഹരണം തക്കബിൽ ഹുക്കുമിന്റെ മിസാലിന്റെ ഇടയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. കമാ അശാറ ഇലൈഹി, മുസന്നിഫ് അതിലേക്ക് ഇശാറത്ത് ചെയ്തതുപോലെ ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗലുകൊണ്ട് വഖദാ മിൻ ലാ തക്ദിബു അന്ത, ലാ തക്ദിബു അന്ത എന്നതിനേക്കാളും അശദ്ദാണ്. ഒന്ന് അന്തലാ തക്ദിബു ആണ്, ഒന്ന് ലാ തക്ദിബു അന്തയാണ്. ഒരു സ്ഥലത്ത് അന്ത മുന്നില്, മറ്റേ സ്ഥലത്ത് അന്ത പിന്നില്. പക്ഷെ അന്ത മുന്നിലാവുമ്പോ എന്തായി? ഇസ്നാദിന്റെ തക്റാറുണ്ട്. അന്ത പിന്നിലാവുമ്പോഴോ ഇസ്നാദിന്റെ തക്റാറില്ല. അത് തന്നെയാണ് കാരണം. പിന്നെ അത് അന്ത എന്തിന് പറഞ്ഞു? അത് തഅക്കീദിന് വേണ്ടി പറഞ്ഞു.
യഅനി അന്നഹു ലാ തക്ദിബു അന്ത എന്നതിനേക്കാളും എന്താണ് അശദ്ധാണ് ഏത് അന്ത ലാ തക്ദിബു. അപ്പോൾ ലാ തക്ദിബു എന്നതിനേക്കാളും അശദ്ധാണ്, പിന്നെ ലാ തക്ദിബു അന്ത എന്നതിനേക്കാളും അശദ്ധാണ്. യഅനി അന്നഹു ഈ അന്ത ലാ തക്ദിബു അശദ്ദു അത് ഏറ്റവും കഠിനമായതാണ്. ലിനഫീൽ കദിബി കദിബിനെ നഫീ ചെയ്യലിന് മിൻ ലാ തക്ദിബു അന്ത എന്നതിനേക്കാൾ അശദ്ധേതാണ് അന്ത ലാ തക്ദിബു ആണ്. മാ അന്ന ഫീഹി തൈക്കീദൻ ഈ ലാ തക്ദിബു അന്ത എന്നതിൽ തൈക്കീദുള്ളതിനോടുകൂടെ തൈക്കീവക്കഥ മിൻ ലാ തക്ദിബു അന്ത. അതെ, യഅനി അന്നഹു ഈ അന്ത ലാ തക്ദിബു അശദ്ദു അത് അശദ്ധാണ്. നഫീൽ കദിബി കദിബിനെ നഫീ ചെയ്യലിന് അശദ്ധാണ് എന്തിനേക്കാൾ മിൻ ലാ തക്ദിബു അന്ത എന്നതിനേക്കാൾ. മാ അന്ന ഫീഹി ഈ ലാ തക്ദിബു അന്ത എന്നതിൽ ഉള്ളതോടുകൂടെ തൈക്കീദൻ അല്ലേ, മുസ്നദ് ഇലൈഹിനെ തൈക്കീദ് ചെയ്യൽ ഉണ്ടാകലോടുകൂടെ. കാരണം ലിഅന്നഹു ഐ ലിഅന്ന ലഫ്ള അന്ത എന്ന ലഫ്ള് അല്ലെങ്കിൽ ഔലി അന്ന ലാ തക്ദിബു അന്ത എന്ന കലിമത്ത് ലിതഅക്കീദിൽ മഹ്കൂമി അവിടെ ലിതഅക്കീദിൽ മഹ്കൂമി അലൈഹി മഹ്കൂമ് അലൈഹിനെ തഅക്കീദ് ചെയ്യലിന് ഉള്ളതാണ്. ഏത് ഈ അന്ത എന്ന ലഫ്ള്. അല്ലെങ്കിൽ ലാ തക്ദിബു അന്ത എന്നത് തന്നെ മഹ്കൂം അലൈഹിനെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എങ്ങനെ തഅക്കീദ്? ബി അന്നഹു ഈ മഹ്കൂം അലൈഹി ഹുവ ലമീറുൽ മുഖാത്തബി അത് തന്നെയാണ് മുഖാത്തബിന്റെ ലമീർ. അത് തന്നെയാണ് മുഖാത്തബിന്റെ ലമീർ എന്നതുകൊണ്ട് തഅക്കീദ് ചെയ്യാം. ഇവിടെ മഹ്കൂം അലൈഹി ആരാണ്? മുഖാത്തബിന്റെ ലമീർ തന്നെയാണ് എന്നതുകൊണ്ട് തഅക്കീദ് ചെയ്യാം. എന്തിനാണ് തഅക്കീദ് ചെയ്യുന്നത്? തഹ്ഖീഖൻ ഉറപ്പിക്കാൻ വേണ്ടി. വലൈസൽ ഇസ്നാദു ഇലൈഹി ആ മഹ്കൂം അലൈഹിലേക്കുള്ള ഇസ്നാദ് അലാ സബീലി സഹ്വി മറന്ന വഴിയിലൂടെയോ വത്തജവ്വുസി മജാസ് പ്രകടിപ്പിക്കലോടുകൂടെയോ അവിദ്യസിയാനി അല്ലെങ്കിൽ അതാണ് മറവി മറ്റു പൊന്തം വിടല് സഹ്വ്. അപ്പൊ സഹ്വ് തജവ്വുസ് നിസിയാനിന്റെ വഴിയിലൂടെ ആണ് ഇസ്നാദ് ആ സബീലിൽ കൂടി അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അങ്ങനെ അപ്പോ ബി അന്നഹു ആ മഹ്കൂമു അലൈഹി ഹുവ ലമീറുൽ മുഖാത്തബി അത് തന്നെയാണ് മുഖാത്തബിന്റെ ലമീർ എന്നതുകൊണ്ട് തഅക്കീദ് ചെയ്യാം. ലാ തക്ദിബു അന്ത ഈ ലാ തക്ദിബു എന്നതിലുള്ള മഹ്കൂം അലൈഹി ആര് തന്നെയാണ്? ഈ മുഖാത്തബിന്റെ ലമീർ തന്നെയാണ്. മഹ്കൂം അലൈഹി ഈ മുഖാത്തബിന്റെ ലമീർ തന്നെയാണ് എന്നതുകൊണ്ട് തഅക്കീദ് ചെയ്യുക. എന്തല്ല ആ മഹ്കൂം അലൈഹിക്കുള്ള ഇസ്നാദ് സഹ്വിന്റെ സബീലിൽ കൂടി ഉള്ളതല്ല, വത്തജവ്വുസി തജവ്വുസിന്റെ സബീലിൽ കൂടി ഉള്ളതുമല്ല, നിസ്യാനിന്റെ വഴിക്കും ഉള്ളതല്ല. അത് തഹ്ഖീഖ് തന്നെയാണ്. നീ എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് കളവ് പറയാത്തവൻ, നീ അല്ലാത്ത മറ്റാരും അല്ലാതെ. അപ്പൊ മഹ്കൂം അലൈഹിനെ തഅക്കീദ് ചെയ്യാനാണ്. എന്തിനു വേണ്ടിയല്ല? ലാലി തഅക്കീദുൽ ഹുക്മി ഹുക്മിനെ തഅക്കീദ് ചെയ്യാൻ വേണ്ടിയല്ല. ഹുക്മിനെ തഅക്കീദ് ചെയ്യുമ്പോഴല്ലേ തക്കവ്വിൽ ഹുക്ം ഉണ്ടാവുള്ളൂ. കാനലി ആദമി തക്കറുറിൽ ഇസ്നാദി ഇസ്നാദിന്റെ തക്കറു ആവർത്തനം ഇല്ല കേട്ടോ. വഹാദല്ലദീ ദുക്കിറ ഈ പറഞ്ഞത് മുഴുവനും അത് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ പറഞ്ഞത് ഒക്കത് യുക്കദ്ദമു അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത്. ഖാല അബ്ദുൽ ഖാഹിരി വഖദ് യുഖദ്ദമുൽ മുസ്നദ് ഇലൈഹി ലിയുഫീദ തഖ്ദീമു തഖ്സീസുഹു അവിടെ മുതൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാൽ മതി.
വഹാദല്ലദി ദുക്ര ഈ പറയപ്പെട്ടത് മുഴുവനും ഐ ഫീ ഖൗലിഹി വഖദ് യുഖദ്ദമൂൻ അതെന്തിനാ മിനത് തഖ്ദീമി ലിത്തഖ്സീസി താറത്തൻ തഖ്സീസിന് വേണ്ടി മുന്തിക്കുക താറത്തൻ ചില സമയത്ത് വത്തഖവ്വി തഖവ്വിക്ക് വേണ്ടി മുന്തിക്കുക ഉഖറ മറ്റൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തഖ്ദീമിന് വരും ചിലപ്പോൾ തഖ്സീസിന് വരും. അത് മാത്രമല്ല നഫിന്റെ അർഫിനോടെത്താൽ തഖ്സീസിന് മാത്രം, നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ തഖ്സീസിന് ചില സമയത്ത് ചിലപ്പോഴോ തഖ്സീസിനും എന്ന് പറഞ്ഞത്. അപ്പോ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ പറഞ്ഞത് മുഴുവൻ ആശയങ്ങളും പൊട്ടുന്നത് ഈ പറഞ്ഞതൊക്കെ. ഇപ്പൊ വാദല്ലതി ദുക്ര ഈ പറയപ്പെട്ടത് അതെന്തിനാ മിനത്തഖ്ദീമി മിൻ അന്നത്തഖ്ദീമാന്നായിക്കോട്ടെ. മിൻ അന്നത്തഖ്ദീമ തീർച്ചയായിട്ടും തഖ്ദീമ് തഖ്സീസിലേക്കാണ് താറത്തൻ ചില അവസരങ്ങളിൽ. അതെവിടെയാണ്? നഫിന്റെ റഫിനോടെത്താൽ തഖ്സീസിന് മാത്രം, അതൊരു അവസരം തന്നെയാണ്. അല്ലെങ്കിൽ അടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തഖ്സീസിന് എന്ന് പറഞ്ഞല്ലോ, രണ്ടും പെടും. തക്കവ്വിക്ക് വരും, തക്കവ്വിക്ക് വേണ്ടിയാണ് ഉഖ്റ മറ്റൊരു സമയത്ത് എന്ന് പറഞ്ഞത്. ഈ ബുനിയൽ ഫീലു അലാ മുഅർറഫിൻ ഫീലിനെ ഒരു മഅരിഫയാക്കപ്പെട്ടതിന്റെ മേൽ എടുത്താലാണ്, അതായത് മഅരിഫാന്റെ ഖബറായിട്ട് വന്നാലാണ് എന്നർത്ഥം. വഇൻ ബുനിയൽ ഫീലു അലാ മുനക്കരിൻ ഫീലിനെ ഒരു നെക്രിയാക്കപ്പെട്ടതിന്റെ മേലിലാണ് അതിനെ എടുക്കപ്പെട്ടത് ഖബറാക്കി കൊണ്ടുവന്നതെങ്കിൽ അഫാദത്തഖ്ദീമു അവിടെ ആ മുനക്കറായ നെക്കിറ ആ മുനക്കറിനെ മുന്തിക്കൽ ഫായിദ വെപ്പിക്കും. തഖ്സീസൽ ജിൻസി ജിൻസിനെ ഖാസാക്കലിനെ ഫായിദ വെപ്പിക്കും. അവിൽ വാഹിദ അല്ലെങ്കിൽ വാഹിദിനെ ഖാസാക്കുക ബിഹി ഐ ബിൽ ഫീലി ഫീലുകൊണ്ട്, ഈ ഫീലുകൊണ്ട് ജിൻസിനെ ഖാസാക്കുക അല്ലെങ്കിൽ വാഹിദിനെ ഖാസാക്കുക. നഹ്വു റജുലുൻ ജാഅനി ഇതൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിറിന്റെ ദഅവയാണ്. റജുല് മാത്രമാണ് എന്റെ അടുക്കൽ വന്നത്, ഐ ലംറഅത്തുൻ പെണ്ണല്ല, ജിൻസിനെ തഖ്സീസാക്കാൻ. ഇനി അവിടെ ഇങ്ങനെ വെക്കാം, ഫയകൂനു തഖ്സീസ ജിൻസിൻ, അവ ജിൻസിനെ തഖ്സീസാക്കലാവും. റജുല് മാത്രമാണ്, പുരുഷവർഗമാണ്, പെണ്ണ് വർഗമല്ല. ഔല റജുലാനി എന്നാണ്. റജുലുൻ ജാഇനി ഒരാളാണ് വന്നത്, എത്ര ആളല്ല, രണ്ടാളല്ല. അപ്പോ വാഹിദിനെ തഖ്സീസാക്കി, ഒരാൾ മാത്രമാണ്, രണ്ടാളല്ല. ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ ദഅവയാണ്. മുനക്കറിന്റെ മേലിനാണ് ഫീലിനെ ബിനാഇ ചെയ്തത്. എന്നാൽ പിന്നെ അവിടെ ചിലപ്പോൾ തഖ്സീസിന്, ഏത് തഖ്സീസ്? ജിൻസിയ തഖ്സീസ് അല്ലെങ്കിൽ വാഹിദിയ തഖ്സീസ്, വഹിദാനിയ തഖ്സീസ്. വാഹിദിനെ ഖാസാക്കുക അല്ലെങ്കിൽ ജിൻസിനെ ഖാസാക്കുക, രണ്ടാളൊന്നിൽ വരും. ഫയകൂനു തഖ്സീസ ജിൻസിൻ ഔ ലാ റജുലാനി എന്ന് പറയാം. ഐ ലംറഅത്ത് എന്ന് പറഞ്ഞോട്ട്. പക്ഷേ ലാ റജുലാനി കലാമിലുള്ളതല്ല. റജുലുൻ ജാഅനിയുടെ മഫ്ഹൂമ് ഒന്നിരിക്കൽ അതിന്റെ മഫ്ഹൂം എന്താണ്? ലംറഅത്തുൻ പെണ്ണല്ല, അല്ലെങ്കിൽ മഫ്ഹൂമ് ലാ റജുലാനി രണ്ട് റജുലല്ല. ഫയകൂനു തഖ്സീസ വാഹിദിൻ വദാലിക ലിഅന്ന ഇസ്മൽ ജിൻസി ഇസ്മു ജിൻസി എന്ന സാധനം ഹാമിലുൽ മഅനയൈനി രണ്ട് മഅനാക്ക് പറ്റിയതാണ്. അൽ ജിൻസിയത്തി വൽ അദദിൽ മുഅയ്യനി, ഒന്ന് ജിൻസിയായ മഅന വർഗം, അല്ലെങ്കിൽ മുഅയ്യനായൊരു അദദ്, അതൊരു മഅനയാണ്. ഈ രണ്ട് മഅനാക്കും പറ്റിയതാണ് ഇസ്മു ജിൻസ്. ഒന്നിരിക്കൽ ജിൻസിയത്തിനും വരും, അല്ലെങ്കിൽ ജിൻസിയത്തിനും അത് വരും, അദദീയ മുഅയ്യനായൊരു അദദിനും അത് വരും. മുഅയ്യനായ അദദ് എന്ന് പറഞ്ഞാൽ ഐനി അൽ വാഹിദ ഇൻകാന മുഫ്രദൻ, ആ നക്കിറ മുഫ്രദാണെങ്കിൽ വാഹിദാണ് ആ മുഅയ്യനായ അദദ്. അവിൽ ഇസ്നൈനി
ഇൻകാന മുഫ്രദൻ. അപ്പൊ അല്ലെങ്കിൽ ഇസ്നൈനിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോ ഇൻകാന മുസന്നൻ ആ നിക്കറ തസ്നിയാണെങ്കിൽ അവിസായിദ അലൈഹി അല്ലെങ്കിൽ രണ്ടിനേക്കാൾ അധികത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻകാന ജംആ ആ നിക്കറ ജമ്മാണെങ്കിൽ റിജാലുൻ. അപ്പോ അവിടെ എന്താണ് അതത് മുഅയ്യന് രണ്ടിനേക്കാൾ അധികം ആള്. ചുരുക്കി പറഞ്ഞാൽ നക്കിറാക്കപ്പെട്ട ഇസ്മു മുബ്തദയായിട്ട് വരികയും മുസ്നദ് ഇലൈഹി ആയിട്ട് വരികയും അതിനെ മുന്തിക്കുകയും ചെയ്താൽ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ അടുക്കൽ ചിലപ്പോൾ ജിൻസിനെ തഖ്സീസാക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് വാഹിദിനെ തഖ്സീസാക്കാൻ. അതാണ് ഫഅസ്ലുൻ നക്കിറത്തിൽ മുഫ്രദത്തി. അപ്പോൾ മുഫ്രദായ നക്കിറയായ ഇസ്മിന്റെ അസ്ല് ഉദാഹരണ റജുലിനായിക്കോട്ടെ, അൻ തകൂന ലി വാഹിദിൻ മിനൽ ജിൻസി ജിൻസിൽ നിന്നുള്ള വാഹിദിന് ആവലാണ്. അതാ മുഫ്രദായ നക്കിറിന്റെ അസലെന്താ? ജിൻസിൽ നിന്നൊരു വാഹിദിന് വരിക. റജുലുൻ ഏതോ ഒരു റജുല് വർഗത്തിൽപ്പെട്ട ഒരാളുടെ. ഫഖദ് യുഖ്സദു ബിഹിൽ ജിൻസു ഫഖദ് ചിലപ്പോൾ അതുകൊണ്ട് ജിൻസിനെ മാത്രം കരുതപ്പെടും. വഖദ് യുഖ്സദു ബിഹിൽ വാഹിദു ഫഖദ് ചിലപ്പോൾ വാഹിദിനെ മാത്രം കരുതപ്പെടും. അതുകൊണ്ടാണ് ഒന്നിരിക്കൽ നക്കിറാന്റെ മേൽ എടുക്കപ്പെട്ടാൽ ചിലപ്പോൾ തഖ്സീസിനെ ഫായിദ വെപ്പിക്കും, അതായത് ജിൻസിനെ ഖാസാക്കലിനെ ഫായിദ വെപ്പിക്കും, അല്ലെങ്കിൽ വാഹിദിനെ ഖാസാക്കലിനെ ഫായിദ വെപ്പിക്കും. ബിഹിയ ഫീൽ കൊണ്ട് എന്ന് പറഞ്ഞത് കാരണം നക്കിറാപ്പെട്ട ഇസ്മ ജിൻസ് രണ്ട് മാനാക്കും പറ്റിയതാണ്. ജിൻസിയായ മഅനാക്കും മുഅയ്യനായ അതദിന്റെ മഅനാക്കും. അതതെന്ന മഅന അത് മുഫ്രദാണെങ്കിൽ വാഹിദ്, തസ്നിയാണെങ്കിൽ രണ്ട് ആ മുഅയ്യനായ അതതെ, ജമ്മാണെങ്കിൽ രണ്ടിനേക്കാൾ അധികം. മുഫ്രദായ നക്കിറത്തിന്റെ അസ്ല് ജിൻസിൽ നിന്ന് വാഹിദിന് വരലാണ്. ചിലപ്പോൾ അതുകൊണ്ട് ജിൻസിനെ തന്നെ കരുതപ്പെടും. വാഹിദ് ഇസ്നൈനി എന്ന ഇത്തിബാറ് കൂടാതെ ജിൻസിനെ കരുതപ്പെടും, ചിലപ്പോൾ വാഹിദിനെ കരുതപ്പെടും. പോട്ടെ. വല്ലദി യുശ്ഇറു ബിഹി കലാമു ശൈഖ് ഷെയ്ഖിന്റെ കലാം അറിയിക്കുന്ന ഒന്ന് ഫീ ദലായിലിൽ ഈജാസില് അല്ലാ ഫറഖ ബൈനൽ മഅരിഫത്തി വൻ നക്കിറത്തീന. മഅരിഫത്തിന്റെയും നക്കിറത്തിന്റെ ഇടയിൽ ഫർക്കില്ല, വിവേചനമില്ല. ഫി അന്നൽ ബിനാ അലൈഹി അല്ലേ ആ മുസ്നദ് ഇലൈഹിന്റെ മേൽ ഫീലിനെ എടുക്കുന്നതിൽ ഖദ് യകൂനു തഖ്സീസി ചിലപ്പോൾ തഖ്സീസിനുക്കാവും, വഖദ് യകൂനു തഖവ്വി ചിലപ്പോൾ തഖവ്വിക്കാവും എന്നതിൽ എന്തില്ല? ഫർക്കില്ല. അത് മഅരിഫാന്റെ നക്കിറാന്റെ ഇടയിൽ ഫർക്കില്ല. അത് നക്കിറിന്റെ മേൽ എടുത്താലും തഖവ്വിൽ ഹുക്മിനും വരും, ചിലപ്പോൾ തഖ്സീസിനും വരും എന്നാണ് ദലായിലുൽ ഇജാസിൽ ഷെയ്ഖിന്റെ കലാം അറിയിക്കുന്നത്. പക്ഷെ ഇവിടെ മുസന്നിഫ് ഷെയ്ഖ് പറഞ്ഞത് അവതരിപ്പിച്ചത് എങ്ങനെയാണ്? രണ്ടിനും വരാ എന്നുള്ളത് നഫിന്നർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ രണ്ടിനും വരും എന്ന് പറഞ്ഞത് മഅരിഫാന്റെ മേൽ എടുക്കപ്പെട്ടാലാണ്. നക്കിറിന്റെ മേൽ എടുത്താല് ജിൻസിനെ തഖ്സീസാക്കാനോ അല്ലെങ്കിൽ വാഹിദിനെ തഖ്സീസാക്കാനോ ആണ്, തഖവ്വിൽ ഹുക്മിന് അല്ല എന്നാണ് മുസന്നിഫ് അബ്ദുൽ ഖാഹിർ തങ്ങളുടെ ദഅവ ഇവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ദലായിലുൽ ഈജാസിൽ ഷെയ്ഖിന്റെ കലാമിൽ നിന്ന് കിട്ടുന്നത് ഫർക്കില്ല. മഅരിഫാന്റെ മേൽ ബിനായി ചെയ്താലും നക്കിറാന്റെ മേൽ ബിനായി ചെയ്താലും ചിലപ്പോൾ തഖ്സീസിന് വരും, ചിലപ്പോൾ തഖവ്വിൽ ഹുക്മിന് വരും എന്നാണ് ശാരിഹിതങ്ങൾ പറയുന്നത്. പിന്നെ മുസന്നിഫ് അങ്ങനെ പറയാനുള്ള കാരണം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ ഉദാഹരണത്തിൽ നിന്ന് എന്തായിരിക്കും മനസ്സിലാക്കിയതാവാം, അതിന് സാധ്യതയുണ്ട്. ഓട്ടെ. വവാഫഖഹു ഐ അബ്ദുൽ ഖാഹിരി അബ്ദുൽ ഖാഹിർ തങ്ങളോട് യോജിച്ചിട്ടുണ്ട്. അസക്കാക്കിയു
സക്കാക്കി എന്നവർ യോജിച്ചിട്ടുണ്ട്. അലാദാലിക്ക അതിന്റെ മേൽ യോജിച്ചിട്ടുണ്ട്. ഐ അല അന്ന തഖ്ദീമ തീർച്ചയായിട്ടും മുസ്നദ് ഇലൈഹി മുന്തിക്കൽ യുഫീദു തഖ്സീസ തഖ്സീസിനെ ഫായിദ വെപ്പിക്കുമെന്ന വിഷയത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളോട് സക്കാക്കിക്ക് യോജിപ്പുണ്ട്. വവാഫഖഹു ഐ അബ്ദുൽ ഖാഹിരി അബ്ദുൽ ഖാഹിർ തങ്ങളോട് യോജിച്ചു. ആര് യോജിച്ചു? അസ്സക്കാക്കിയു സക്കാക്കി യോജിച്ചിട്ടുണ്ട്. അലാ ദാലിക ആ വിഷയത്തിൽ യോജിച്ചിട്ടുണ്ട്. ഐ അല അന്ന തഖ്ദീമ യുഫീദു തഖ്സീസ തഖ്ദീം തഖ്സീസിനെ ഫായിദ വെപ്പിക്കുമെന്ന കാര്യത്തിൽ സക്കാക്കി അബ്ദുൽ ഖാഹിറിനോട് യോജിച്ചിട്ടുണ്ട്. പക്ഷേ ലാകിൻ ഖാലഫഹു സക്കാക്കി അബ്ദുൽ ഖാഹിറിനോട് എതിരായിട്ടുണ്ട്. ഫീ ശറാഇത്ത വ തഫാസീല ഒരുപാട് ഷർത്തുകളിലും ഒരുപാട് വിശദീകരണങ്ങളിലും സക്കാക്കി അബ്ദുൽ ഖാഹിറിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഫഇന്ന മദ്ഹബ ശൈഖി തീർച്ചയായിട്ടും ശൈഖിന്റെ മദ്ഹബ് അന്നഹു മുസ്നദ് ഇലൈഹി ഇം വലിയ ഹർഫൻ നഫി അത് നഫിന്റെ ഹർഫിനോടടുത്താല് ഫഹുവലി തഖ്സീസി ഖത്അൻ അത് തഖ്സീസിനക്ക് മാത്രമാണ് ഖത്അൻ ഉറപ്പായിട്ടും. അത് നമ്മൾ പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞു ഖാൽ അബ്ദുൽ ഖാഹിർ എന്ന് പറഞ്ഞതാണ് അല്ലേ. قال عبد القاهر وقد يقدم المسند إليه ليفيد التقديم تخصيصه بالخبر الفيلي إن ولي المسند حرف النفي نحو ما أنا قلت هذا أي لم أقله ما أنه مقول لغيري. അതാണ് فإن مذهب الشيخ ശൈഖിന്റെ മദ്ഹബ് അന്നഹു തീർച്ചയായിട്ടും മുസ്നദ് ഇലൈഹി ഇൻ വലിയ ഹർഫൻ നഫി നഫിന്റെ ഹർഫിനോടടുത്താൽ അത് തഖ്സീസിന് മാത്രമാണ് ഖത്അൻ ഉറപ്പായിട്ട്. ഇതാണ് ശൈഖിന്റെ മദ്ഹബ്. വഇല്ലാ നഫിന്റെ ഹർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ ഫഖദ് യകൂനിൽ തഖ്സീസി ചിലപ്പോൾ തഖ്സീസിന് വരും. ഫഖദ് യകൂനിൽ തഖവ്വി ചിലപ്പോൾ തഖവ്വിക്കും വരും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വഇല്ലാ അല്ലേ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വഇല്ല അതെ അങ്ങനെ അല്ലെങ്കിൽ ഫഖദ് യഅതി ലിതഖ്സീസി വഖദ് യഅതി ലിതഖവ്വിൽ ഹുക്മി വരും. അവിടെ ശൈഖിന്റെ മദ്ഹബ് വഖദ് യകൂനു ലിതഖവ്വി അതാണ്. വഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫഖദ് യകൂനു എങ്ങനെ അല്ലെങ്കിൽ നഫിന്റെ റഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ ശൈഖിന്റെ മദ്ഹബാണ്. ഫഖദ് യകൂനു ലിതഖ്സീസി ചിലപ്പോൾ തഖ്സീസിന് വഖദ് യകൂനു ലിതഖവ്വി ചിലപ്പോൾ തഖവ്വിക്ക് വരും. അവിടെ മുളുമറങ്കാന അവിടെ മുസ്നദ് ഇലൈഹി ലമീറാവട്ടെ ഔ മുൽഹറൻ അല്ലെങ്കിൽ ആറാവട്ടെ മുൽഹറാവട്ടെ അതെ മുഅറഫൻ മഅരിഫയാക്കപ്പെട്ടതാവട്ടെ ഔ മുനക്കറൻ അലി നക്കിറയാക്കപ്പെട്ടതാവട്ടെ. മുസ്ബത്തങ്കാനൻ ഫീലു മുസ്ബത്താവട്ടെ ഔ മൻഫിയൻ അലി നഫി ചെയ്യപ്പെട്ടതാവട്ടെ. എന്നാ ഇവിടെ നഫിന്റെ റഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ നഫിന്റെ റഫ് ഉണ്ടാവുകയും ചെയ്യാം ഇല്ലാതിരിക്കുകയും ചെയ്യാം. നഫിന്റെ അർഫ് ഉണ്ടാവട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ തഖ്സീസിലേക്ക് വരും, ചിലപ്പോൾ തഖവ്വിൽ ഹുക്മിന് വരും അല്ലേ. അത് മുളുമറങ്കാന ഇസ്മ ലമീറാവട്ടെ അല്ലെങ്കിൽ മുൽഹറാവട്ടെ മുഅറഫൻ ഔ മുനക്കറൻ മുസ്ബത്തങ്കാനൽ ഫീലു ഔ മൻഫിയ. മുഅറഫാവട്ടെ മുനക്കറാവട്ടെ മുസ്ബത്തൻ ആ ഫീല് മുസ്ബത്താവട്ടെ മൻഫിയാവട്ടെ. ഇതാണ് ശൈഖിന്റെ മദ്ഹബ്. ശരിക്കും മനസ്സിലാക്കണം. ഓ മദ്ഹബു സക്കാക്കി സക്കാക്കിന്റെ മദ്ഹബോ സക്കാക്കിന്റെ മദ്ഹബ് അന്നഹു മുസ്നദിലിഹി ഇൻകാന നക്കിറത്ത നക്കിറ ആണെങ്കിൽ ഫഹുവലി തഖ്സീസി തഖ്സീസിനുക്കാണ്. ഇല്ലം യംനഉ മിന്നു മാനിഉൻ
തഖ്സീസിനെ തൊട്ടൊരു മന്നി ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നെക്കിറ ആയാൽ തഖ്സീസിന് മാത്രം എന്നാണ് സക്കാക്കിന്റെ മദ്ഹബ് അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് സക്കാക്കിയും അബ്ദുൽ ഖാദിറും തമ്മിലുള്ള ഫറക്ക് മനസ്സിലാക്കണം. നെക്കിറാകുന്നിടത്ത് ഇവിടെ ശൈഖിന്റെ മദ്ഹബ് നഫിന്റെ അർഫിനോട് അടുത്താലും തഖ്സീസിന് മാത്രം. നഫിന്റെ അർഫിനോട് അടുത്തിട്ടില്ലെങ്കിൽ തഖ്സീസിന് വരും, തഖവീൽ ഹുക്മിന് വരും. ഇവിടെയെല്ലാം ലമീറാണോ ലാഹിറാണോ മൈരിഫയാണോ നക്കിറയാണോ മുസ്ബത്താണോ മൻഫിയാണോ ഫറക്കില്ല. ഓ മദ്ഹബു സക്കാക്കി സക്കാക്കിയുടെ മദ്ഹബ് അന്നഹു മുസ്നദിലൈഹി ഇൻകാന നക്കിറത്തൻ നക്കിറയാണെങ്കിൽ ഫവലി തഖ്സീസി അപ്പോൾ തഖ്സീസിനുക്കാണ്. എപ്പോ ഇല്ലം യംനഉമാനിഉൻ മിൻഹുമാനിഉൻ ഒരു മാനി ആ തഖ്സീസിനെ തൊട്ട് മൻഇ ചെയ്യുന്നില്ലെങ്കിൽ വഇൻകാന മഅരിഫത്തൻ മുസ്നദിലൈഹി മഅരിഫയാണെങ്കിലോ ഫഇൻകാന മുദ്ഹറൻ ലാഹിറാക്കപ്പെട്ടതായാൽ ഫലൈസ ഇല്ലാ ലിത്തഖവി അവിടെ തഖവിക്ക് അല്ലാതെ അല്ലാണ്. വഇൻകാന മുദ്മറൻ ഇനി ലാഹിറാണെങ്കിൽ മഅരിഫയായാൽ അവിടെ രണ്ട് ശിക്കാണ്. മഅരിഫയാകുന്നിടത്ത് മുദ്ഹറായാൽ തഖവിക്ക് മാത്രമാണ്. ഫലൈസ ഇല്ലാലി തഖവി തവക്കവിക്ക് അല്ലാതെ അല്ല. അത് തഖ്സീസ് മുറാദുണ്ടാവൂല. വൈകാന മുദ്മറൻ ലമീറാണെങ്കിൽ ഫഖദ് യകൂനു തഖവി ചിലപ്പോൾ തഖവിക്ക് വരും. വഖദ് യകൂനു തഖ്സീസി ചിലപ്പോൾ തഖ്സീസിനും വരും. മിൻ ഗൈരി തഫ്രീഖത്തിൻ ബൈനമാ യലി ഹർഫൻ നഫിയി നഫിന്റെ ഹർഫിനോട് അടുക്കുന്ന ഒന്നിന്റെ ഇടയിലും വഗൈരിഹി അല്ലാത്തതിന്റെ ഇടയിലും വിവേചനം കൂടാതെ. വൈലാഹാദാ ഇതിലേക്കാണ് അഷാറ മുസന്നിഫ് ഇഷാറത്ത് ചെയ്തത് ബി ഖൗലിഹി മുസന്നിഫിന്റെ ഖൗലുകൊണ്ട്. എന്ത് ഇല്ലാ അന്നഹു എങ്കിലും സക്കാക്കി. ഇപ്പോൾ ഷാരിഹി പറഞ്ഞ വിശദീകരണത്തിലേക്കാണ് മുസന്നിഫ് ഇഷാറത്ത് ചെയ്യുന്നത്. ഇല്ലാ അന്നഹു എങ്കിലും സക്കാക്കി കാല പറഞ്ഞു അത്തഖ്ദീമു മുസ്നദ് ഇലൈഹിയെ മുന്തിക്കല് യുഫീദുൽ ഇഖ്തിസാസ ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കും. ഇൻ ജാസ തഖ്ദീറു കൗനിഹി ഐ കൗനിൽ മുസ്നദ് ഇലൈഹി ആവലിനെ സങ്കൽപ്പിക്കൽ ജായിസാവണം. മുഅഖറാവുക പിന്തിക്കപ്പെട്ടതാവലിനെ സങ്കൽപ്പിക്കൽ ജായിസായാൽ. ഇൻജാസ തഖ്ദീറു കൗനിഹി ഇല്ല കാല സക്കാക്കി പറഞ്ഞു അത്തഖ്ദീമു ഇല്ല അന്നഹു എങ്കിലും സക്കാക്കി കാല പറഞ്ഞു അത്തഖ്ദീമു യുഫീദുൽ ഇഖ്തിസാസ തഖ്ദീമ് ഇഖ്തിസാസിനെ ഫായിദ വെപ്പിക്കും. ഇൻജാസ തഖ്ദീറു കൗനിഹി ഫിൽ അസ്ലി മുഅഖറൻ ഐ കൗനിൽ മുസ്നദ് ഇലൈഹി ആമലിനെ സങ്കൽപ്പിക്കൽ ജായിസായാൽ എന്താവുക ഫിൽ അസ്ലി മുഅഖറൻ അസ്ലിൽ പിന്തിക്കപ്പെട്ടതാവലിനെ സങ്കൽപ്പിക്കാൻ പറ്റണം. എങ്ങനെ പിന്തിക്കപ്പെട്ടതാകുക? നിരുപാധികം പിന്തിക്കപ്പെട്ടതാകുക ആവൽ എന്നതല്ല. അന്നഹു ഫായിലുൻ മഅനൻ ഫഖത്ത് മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് അസ്ലിൽ പിന്തിക്കപ്പെട്ടതാവലിനെ സങ്കൽപ്പിക്കൽ ജായിസാവണം. ലാ ലഫ്ദിൽ ഫായിലല്ല മഅനയിൽ മാത്രം ഫായില്. ലഫ്ദിൽ ഫായിലല്ല മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് ഈ മുസ്നദ് ഇലൈഹി അസ്ലിൽ പിന്തിക്കപ്പെട്ടതായിരുന്നു എന്ന് സങ്കൽപ്പിക്കാൻ പറ്റണം. പുറമെ എന്തും വേണം. അത് ഇതുപോലെ നെഹ്വു അന കുംതു പോലെ ഞാൻ കുംതു ഞാൻ നിന്നു. ഇവിടെ തഖ്സീസ് ഉണ്ടാവണമെങ്കിൽ സക്കാക്കിന്റെ വാദം ഈ അന കുംതു എന്നുള്ളോടത്ത് ഈ മുസ്നദ് ഇലൈഹി അസ്ലിൽ മുഅഖറാണെന്ന് സങ്കല്പിക്കാൻ പറ്റണം. ഇവിടെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അന കുംതൂല്. എങ്ങനെ മുഅഖർ?
മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് മുഅഖറാവാൻ പറ്റണം. നെഹ്വു അതിന് ഉദാഹരണം അനക്കുംതു. ഫഇന്നഹു കാര്യം യജൂസു ജായിസാണ് അൻ യുഖദ്ദറ സങ്കൽപ്പിക്കപ്പെടൽ അന്ന അസ്ലഹു ഈ അനകുംതുന്റെ അസ്ല് കുംതു അന എന്ന് ഇവിടെ തക്ദീർ ചെയ്യലിന് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ തക്ദീർ ചെയ്യാൻ പറ്റും എന്നാണ്. ഒരാൾ വാദിക്കണം അനകുംതുന്റെ അസ്ല് കുംതു അനാന്നായിരുന്നു, എന്താ അവനോട് പറയാവൊന്നും പറയാനില്ല. അപ്പൊ മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് പിന്തിക്കപ്പെട്ടതാവല്ല സങ്കൽപ്പിക്കൽ ജായിസാവണം. കാരണം ഫഇന്നഹു യജൂസു ജായിസാന യുഖദ്ദറ സങ്കൽപ്പിക്കപ്പെടൽ അന്നാസ്ലഹു ഇതിന്റെ അസ്ലു കുംതു അന എന്നാണ് എന്ന് സങ്കൽപ്പിക്കൽ ഇവിടെ ജായിസാൻ. ഫയക്കൂനു അന അപ്പൊ അനയാകും ഫായിലൻ മഅനയിൽ ഫായിലാകും, തൈക്കീദൻ ലഫ്ദിൽ തൈക്കീദാകും, ഉറപ്പല്ലേ. അതേസമയത്ത് ലഫ്ദിൽ ഫായിലാവൂല കുംതു അന എന്ന് പറയുമ്പോൾ. അപ്പൊ അന കുംതുന്റെ അസ്ല് കുംതു അനാന്നാണ്. ഈ അന എന്നുള്ളത് മഅനയിൽ ഫായിലുമാണ് എന്നിവിടെ ഈ അന കുംതുല് കുംതു അനാന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. ഖുദ്ദിറ സങ്കല്പിക്കപ്പെടുകയും വേണമെന്ന ഈ രണ്ട് ശർത്ത. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുകയും സങ്കല്പിക്കുകയും വേണം. സങ്കല്പിക്കാൻ പറ്റുന്നിടത്തല്ലേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. അല്ല, സങ്കല്പിക്കാൻ പറ്റൽ ജായിസാകുന്നിടത്തേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. തക്ദീർ ജായിസാകുന്നിടത്തേ എന്തുണ്ടാവുള്ളൂ? ഖുദ്ദിറ തക്ദീർ ഉണ്ടാവുള്ളൂ. തക്ദീർ പറ്റുന്നിടത്തേ തക്ദീർ സാധിക്കുകയുള്ളൂ. സാധിക്കുന്നോടത്ത് തക്ദീർ പറ്റുന്നോടത്തൊക്കെ തക്ദീർ ചെയ്തോളണമെന്നില്ല. സങ്കൽപ്പിക്കൽ ജായിസാവണം, സങ്കൽപ്പിക്കുകയും വേണം. വഖുദ്ദിറാണ് അത്ഫുന്നല ജാസ, ജാസന്റെ മേൽ അത്ഫാണ്. ജായിസാഹു ആയാൽ വഖുദ്ദിറ സങ്കൽപ്പിക്കപ്പെടുകയും ചെയ്താൽ. ഇനി അന്ന ഇഫാദത്തെ തഖ്സീസ് ഫായിദ വെപ്പിക്കല് മശ്റൂത്തത്തുൻ അത് ഷർത്താക്കപ്പെട്ടതാണ്. ബിശർത്തൈനി രണ്ട് ഷർത്ത് കൊണ്ട്. അഹദുഹുമാ രണ്ടിൽ നിന്നും ഒരു ഷർത്ത് ജവാസു തഖ്ദീരി അസ്ലിൽ ഇത് പിന്തിക്കപ്പെട്ട മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് പിന്തിക്കപ്പെട്ടതാവല്ല സങ്കൽപ്പിക്കൽ ജായിസാവലാണ്. അഹദുഹുമാ രണ്ട് ഷർത്തിൽ നിന്ന് ഒന്നാമത്തെ ഷർത്ത് ഒരു ഷർത്ത് ജവാസു തഖ്ദീരി ഇവിടെയുള്ള മുസ്നദ് ഇലൈഹി ഈ മുന്തിക്കാണുന്ന മുസ്നദ് ഇലൈഹി അസ്ലിൽ അത് മഅനയിൽ ഫായിലാണെന്ന് മഅനയിൽ മാത്രം ഫായിലാണ് എന്ന നിലക്ക് പിന്തിക്കപ്പെട്ടതാവല്ല സങ്കൽപ്പിക്കൽ ജായിസാകലാണ്. വല്ലാഹറു മറ്റേ ഷർത്ത് അൻ യുഅ്തബറ ദാലിക ആ തഖ്ദീറിനെ ഈതിബാർ ചെയ്യലുമാണ്. യുഖദ്ദറ സങ്കൽപ്പിക്കപ്പെടലാണ്. യുഖദ്ദറ സങ്കൽപ്പിക്കപ്പെടലാണ്. അന്നഹു കാന ഫിൽ അസ്ലി മുഅഖറൻ അസ്ലിൽ അത് മുഅഖറായിരുന്നു എന്ന് സങ്കൽപ്പിക്കപ്പെടലുമാണ്. അപ്പൊ സങ്കൽപ്പിക്കാൽ ജായിസാവുകയും വേണം. അത് അസ്ലിൽ അങ്ങനെ പിന്തിക്കപ്പെട്ടതായിരുന്നു എന്ന് സങ്കൽപ്പിക്കുകയും വേണം. അസ്ലിൽ അത് മഅനയിൽ ഫായിലാണ് എന്ന നിലയ്ക്ക് പിന്തിക്കപ്പെട്ടതായിരുന്നു എന്ന് സങ്കൽപ്പിക്കാം. വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ വ ഇല്ലം യൂജദ് ശർത്താനി രണ്ട് ഷർത്തും കൂടി എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ട് ഷർത്തിൽ രണ്ടാൽ ഒരു ഷർത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ട് ഷർത്തും